ഗൈസ്, വെൽക്കം ബാക്ക് ടു എസ് വേൾഡ്. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് കറി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അതിൽ തന്നെ ചൂടായ ചട്ടിക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, കറിവേപ്പില ഇട്ടു, സവാള ഇട്ടു. ഇനി നമുക്ക് സവാള ഒന്ന് വഴണ്ടി വരണം ഗൈസ്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തു. ഇനി നമ്മളിത് താളിയിട്ടാകുമ്പോൾ നമുക്ക് തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം ഗൈസ്. ഇതൊന്ന് ഇതായിട്ട് വരുമ്പോൾ നമുക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. പുതിന, പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പേസ്റ്റ് അല്ല, ചതച്ചതാണ്. ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതൊന്നും ഇതായി വരുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ ബീഫ് കയറ്റി വെച്ചായിരുന്നു. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല ഇടുന്നുണ്ട്, അതെനിക്ക് എടുക്കാൻ മറന്നതാണ്. പിന്നെ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ നല്ലോണം മിക്സ് ചെയ്യാം. ഗൈസ്, ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യാം, കുക്കർ ക്ലോസ് ചെയ്യാം. എന്നിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രൈ പാൻ എടുത്തിട്ട് അതിലോട്ടേക്ക് മല്ലി, ജീരകം, കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ പിന്നെ അതിനെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഈ രണ്ടും ഒക്കെ തന്നെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു മസാലക്ക് ഇടാനുള്ള ആ ഒരു പൊടി. അപ്പോൾ നമുക്ക് മുളകും ഇതേമാതിരി തന്നെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാം. നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ബീഫിലോട്ടൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം ഗൈസ്. മിക്സ്. അപ്പോൾ മിക്സിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. ഓക്കെ, കസൂരി മെത്തി ഇട്ടു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യും. ഇങ്ങനെ ഉണ്ട് നമ്മൾ കറി. നല്ല കറിയാണ്. എനിക്കിതൊരു ഗ്രേവി വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെങ്കിൽ ചോദിക്കണ്ട. പിന്നെ നമുക്ക് മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കി നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളിയാണ് ഗൈസ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.